മനുഷ്യനൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ സാധിക്കുമോ? ചിന്തകൾ കൊണ്ട് മാത്രം മനുഷ്യന് ഈ ഡിവൈസുകളുമായി സംവദിക്കാൻ സാധിക്കുമോ? മനുഷ്യ മനസ്സിനെ കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തിയെടുക്കാൻ സാധിക്കുമോ? തലച്ചോറിൽ തലനാരിഴയേക്കാൾ മൃദുവായ ചിപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതെല്ലാം സാധ്യമാക്കാനുള്ള ഇലോൺ മസ്കിന്റെ പരീക്ഷണം ആദ്യഘട്ടം പൂർത്തിയാക്കിയ വാർത്തകളാണിപ്പോൾ ടെക് ലോകത്തെ ചർച്ച. The device is designed to interpret your neural activity so you can operate a computer or a smartphone by simply thinking about moving. മസ്കിന്റെ ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറാലിങ്ക് ആദ്യമായൊരു മനുഷ്യനിൽ ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. ദീർഘകാലമായി ന്യൂറോ ചിപ്പ് ഘടിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളിലായിരുന്നു കമ്പനി. പരീക്ഷണത്തിനുള്ള അനുമതി കഴിഞ്ഞ വർഷം കമ്പനിക്ക് ലഭിക്കുന്നതോടെ മസ്കിന്റെ ന്യൂറോ ചിപ്പ് വലിയ ചർച്ചയായിരുന്നു. എന്താണ് മസ്ക് പ്രൈം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരീക്ഷണം? എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ടെലിപ്പതി എന്ന ഈ ചിപ്പ് എങ്ങനെ മനുഷ്യ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കും? മനുഷ്യ തലച്ചോറുമായി നേരിട്ട് ആശയവിനിമയം സാധ്യമാക്കുകയാണ് ചിപ്പ് ഘടിപ്പിക്കുന്നതിലൂടെ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. മസ്തിഷ്കത്തെ ഈ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് ചിപ്പ് ഘടിപ്പിച്ചയാളുടെ ചിന്തകളുടെ സിഗ്നൽ കമ്പ്യൂട്ടറിന് കൈമാറും. ഇതുവഴി മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിപ്പുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ശാരീരിക പരിമിതികളുള്ളവർക്ക് അനായാസം ടെക്നോളജി ഡിവൈസുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന സുപ്രധാന വാദവും കമ്പനി ഈ ദൗത്യത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം നീക്കം ചെയ്ത് അതിലൂടെ ചിപ്പ് ഘടിപ്പിച്ചാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. അതായത് തലച്ചോറും കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്യുന്നു. റോബോട്ടിക് സർജറിയിലൂടെ തലച്ചോറിൽ സ്ഥാപിക്കുന്ന ചിപ്പ് നാഡീവ്യൂഹവുമായി ബന്ധപ്പെടുന്നതോടെയാണ് ഇത് സാധ്യമാകുന്നത്. മുടിനാരിഴയേക്കാൾ നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. ഇതിലെ 1024 ഇലക്ട്രോഡുകളാണ് തലച്ചോറിൽ നിന്നും വിവരങ്ങൾ ഒപ്പിയെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ കീബോർഡിലോ കീപാഡിലോ ടൈപ്പ് ചെയ്യാതെ ചിന്ത കൊണ്ട് മാത്രം പ്രവർത്തിക്കും കമ്പ്യൂട്ടറും ഫോണുമെല്ലാം. മനുഷ്യന്റെ ചിന്തകളെ പോലും വായിച്ചെടുക്കാൻ ടെക്നോളജിക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് മസ്കിന്റെ ഈ ന്യൂറോ ചിപ്പ് പരീക്ഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഒരാളുടെ ചിന്തകളെ ടെക്നോളജിക്ക് വായിക്കാൻ സാധിക്കുന്ന കാലമായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്നർത്ഥം. മാത്രമല്ല, ഈ പ്രക്രിയയിലൂടെ മെഡിക്കൽ ഇടപെടലിന്റെ കഴിവിനപ്പുറം സങ്കീർണമായ ന്യൂറോളജിക്കൽ അവസ്ഥകളെ നേരിടാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷാഘാതവും വിഷാദവും മുതൽ സ്കിസോഫ്രീനിയ വരെയുള്ള രോഗാവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർക്കിൻസണും അൾഷിമേഴ്സും അടക്കം ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക പരീക്ഷണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നായി കമ്പനി ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആശയം വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും വയേർഡ് കണക്ഷൻ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായും വയർലെസ് സംവിധാനം ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് ന്യൂറാലിങ്കിന്റെ പ്രൈം പരീക്ഷണത്തെ വേറിട്ട് നിർത്തുന്നത്. ന്യൂറോണുമായി ബന്ധപ്പെട്ട 100 കണക്കിന് ചാനലുകളിൽ നിന്നാണ് ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ വിവരങ്ങൾ ഒപ്പിയെടുത്തതെങ്കിൽ 2000-ലധികം ചാനലുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ന്യൂറോ ചിപ്പിന് ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത്. ഭാവിയിൽ തിരിച്ച് ന്യൂറോണുകളെ നിയന്ത്രിക്കാനും സംവിധാനത്തിന് സാധിച്ചേക്കും. മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനുള്ള മസ്കിന്റെ ആശയം പുറത്തു വന്നപ്പോൾ തന്നെ പല എതിർപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ശസ്ത്രക്രിയയുടെ അപകട സാധ്യതയും സുരക്ഷയും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ പ്രധാനം. മാത്രമല്ല, മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളും വിവാദമായിരുന്നു. പരീക്ഷണങ്ങൾക്കായി മൃഗങ്ങളെ കൊന്നുതള്ളുന്നുവെന്ന ആരോപണങ്ങൾ കമ്പനിക്കെതിരെ ഉയർന്നു. തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങ് വീഡിയോ ഗെയിം കളിക്കുന്ന 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമീപകാലത്ത് ന്യൂറാലിങ്ക് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. This is Pager. He's a 9-year-old macaque who had a Neuralink placed in each side of his brain about 6 weeks ago. ഇതേ തുടർന്ന് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാനായി അവയോട് ക്രൂരമായി പെരുമാറുന്നുവെന്നാരോപിച്ച് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ കമ്പനിക്കെതിരെ പരാതികൾ വന്നു. മനുഷ്യന്റെ ചിന്തകളെ അനായാസം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള ഇതിന്റെ ശേഷി മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട്. 2016-ൽ ഇലോൺ മസ്കും 7 ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അടങ്ങുന്ന സംഘമാണ് ന്യൂറാലിങ്ക് എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഗവേഷണം നടത്തുന്ന ന്യൂറാലിങ്കിന്റെ ഈ നിർണായക പരീക്ഷണത്തിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ മൃഗങ്ങളിലെ പരീക്ഷണത്തിന് ശേഷം കഴിഞ്ഞ വർഷം മേയിലാണ് മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിക്കാൻ ന്യൂറോലിങ്കിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ന്യൂറോ ടെക്നോളജിയിൽ വിപ്ലവകരമായ നേട്ടമായാണ്
പരീക്ഷണം വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ടെക്നോളജി ഇതുവരെ ഒരു പരിധിയിൽ കവിഞ്ഞ് കയറി ചെല്ലാത്ത മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വകാര്യതയായ മനസ്സിലേക്ക്, മനുഷ്യന്റെ ചിന്തകളിലേക്ക് ഇലോൺ മസ്കിന്റെ പുതിയ തന്ത്രങ്ങൾ എത്തുമ്പോൾ സാങ്കേതിക യുഗത്തിന്റെ മറ്റൊരു തലം ഒരുപക്ഷെ തുറന്നേക്കും. വിമർശകർ ഉയർത്തുന്നതും ഇതേ ആശങ്കയാണ്.